എന്തായാലും ഇന്ന് പ്രധാനമന്ത്രി പശ്ചിമ ബംഗാളിലാണ്, കൊൽക്കത്തയിലാണ് യോഗാ ദിനാചരണ പരിപാടിയിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം അവിടെയാണ് ഇന്ന് ഉള്ളത്. എന്തായാലും ഇന്നലെ തന്നെ അദ്ദേഹം പശ്ചിമ ബംഗാളിൽ എത്തിയിരുന്നു. എന്തായാലും ഇന്ന് ലോകം മുഴുവൻ യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി യോഗ ആചരിക്കുകയാണ്. അത് ഒരു ദിവസത്തെ പരിപാടിയല്ല എന്നുള്ളതാണ് പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം. അത് യോഗ ജീവിതശൈലിയുടെ ഭാഗമാണ്. അത് തന്നെയാണ് അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ പറഞ്ഞതും ലോകം മുഴുവൻ ഏറ്റെടുത്തതും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാരതത്തിന്റെ വലിയ സംഭാവനയാണ്, അമൂല്യമായ നിധിയാണ്, അമൂല്യമായ സംഭാവനയാണ് ലോകം ഏറ്റെടുത്തത് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നുണ്ട് യോഗയിലൂടെ രാജ്യം ഒന്നാകുന്നു എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറഞ്ഞത്. യോഗ എല്ലാവരെയും ഒന്നിച്ചു ചേർക്കുന്നു. മുഴുവൻ ലോകത്തിനും മുഴുവൻ മാനവ സമൂഹത്തിനും യോഗാ ദിനാശംസകൾ നേർന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒപ്പം തന്നെ കൊൽക്കത്തയിലായിക്കോട്ടെ ബംഗാളിലായിക്കോട്ടെ ശാന്തിയുടെ സന്ദേശമാണ് യോഗ. നമുക്കറിയാം പശ്ചിമ ബംഗാളിൽ അധികാര കൈമാറ്റം നടന്ന വർഷമാണല്ലേ. എന്തായാലും ആ ഒരു പ്രാധാന്യം പ്രധാനമന്ത്രി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ അവിടുത്തെ ചടങ്ങിലാണ് അദ്ദേഹം പങ്കെടുക്കുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. എന്തായാലും അദ്ദേഹം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. രാമകൃഷ്ണ പരമഹംസൻ ഉൾപ്പെടെയുള്ള വിശിഷ്ട വ്യക്തികൾ ജീവിച്ച ഇടമാണ് ഈ ബംഗാൾ എന്ന് പറയുന്നത്. അവിടെ നിന്നും സ്വാമി വിവേകാനന്ദൻ ലോകത്തിന് മുഴുവൻ യോഗയെ പരിചയപ്പെടുത്തി. മഹർഷി അരവിന്ദ് പോലുള്ള മഹാവ്യക്തിത്വങ്ങൾ അതിന് പ്രചോദനമായി. ഇന്ന് ആ ഭൂമിയിലാണ് സമൂഹത്തിൽ വലിയ രീതിയിൽ ഈ ഒരു യോഗ പരിശീലിക്കുന്നത്, ആചരിക്കുന്നത്. അത് വ്യത്യസ്തമായ ആധ്യാത്മിക അനുഭൂതി നൽകുന്നുവെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും ഈ നമ്മുടെ അയൽക്കാരെ കൂടി എങ്ങനെയാണ് ഈ വിഷയത്തിൽ ചേർത്ത് പിടിക്കുന്നത് അതുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു ചേർത്ത് പിടിക്കൽ കൂടി യോഗ സന്ദേശത്തിന്റെ ഭാഗമായി മാറുന്നുണ്ടല്ലേ ശ്രുതി. ഒരു കാര്യം കൂടി പറഞ്ഞു, യോഗ കേവലം ശാരീരിക വ്യായാമം മാത്രമല്ല, ഏതെങ്കിലും പ്രായക്കാർക്ക് വേണ്ടി ഉള്ളതുമല്ല, മാനവ ജീവന്റെ ചേതനയും ഊർജവും ഒക്കെ പ്രകാശിപ്പിക്കുന്ന ഒന്നുകൂടിയാണ്. അതുകൊണ്ടാണ് യോഗയും ഹെൽത്തി ഏജിങ് എന്ന ആശയവും യോഗാ ദിനത്തിന്റെ മുദ്രാവാക്യമാണെന്ന് കൂടി നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും യോഗ മനുഷ്യ ജീവിതത്തെ സ്ഥിരമായ വളർച്ചയിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ 40-ായിക്കോട്ടെ 40 വയസ്സായിക്കോട്ടെ ആ 40-ൽ നമ്മുടെ 20-ന്റെ ഊർജ്ജം നിലനിർത്താൻ സഹായിക്കുന്നത് യോഗയാണ്. അതുകൊണ്ട് തന്നെയാണ് യോഗ ജീവിതശൈലിയുടെ ഭാഗമാകണമെന്ന് പറയുന്നതും. എന്തായാലും ഇത്തവണ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാർദ്ധക്യത്തിന്റെ ഒരു ഹെൽത്തി ഏജിങ് എന്നുള്ളതാണ് ഇത്തവണത്തെ സന്ദേശം എന്നുള്ളതാണ് വളരെ പ്രാധാന്യം. നമുക്കൊരു കാര്യം ചെയ്യാം, ഡൽഹിയിലേക്കൊന്ന് പോകാം. അവിടെ ആദർശ് കാണാം കേട്ടോ. കൊൽക്കത്തയിലെ ദൃശ്യങ്ങൾ, ഡൽഹിയിലെ ദൃശ്യങ്ങൾ, ഒപ്പം മറ്റ് പലയിടങ്ങളിലെയും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിലെ, വിജയവാഡയിലെ, കൊൽക്കത്തയിലെ, ഡൽഹിയിലെ, അങ്ങനെ പ്രേക്ഷകർ ജനം ടിവിയുടെ മാജിക് യോഗ സ്ക്രീനിൽ 4 സ്ഥലങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ, യോഗാ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് തോന്നുന്നു രാഖി ഡൽഹിയിലേക്കൊന്ന് പോയാലോ? അവിടെ നമ്മുടെ ആദർശ് TS തയ്യാറാണ് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അല്ലേ? അതെ, ആദർശ് ഗുഡ് മോർണിംഗ്, സുപ്രഭാതം. യോഗാ ദിനം നേരുകയാണ്. ഹെൽത്തി മോർണിംഗ് ആണ്. ഹെൽത്തി മോർണിംഗ് ആണെന്ന്. എന്താണ് ഡൽഹിയിൽ നിന്നുമുള്ള യോഗ കാഴ്ചകൾ? എന്തൊക്കെ പ്രത്യേക പരിപാടികളാകും രാജ്യ തലസ്ഥാനത്ത് ഇന്ന് സംഘടിപ്പിക്കുക? ആദർശ്. രാഖി, അശ്വതി, അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ഭാഗമായി രാജ്യ തലസ്ഥാനത്തും വിവിധ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കേന്ദ്രമന്ത്രിമാർ, ഡൽഹി മുഖ്യമന്ത്രി, മറ്റ് മന്ത്രിമാർ, അതുപോലെ തന്നെ MP-മാർ, MLA-മാർ ഒക്കെ തന്നെ പങ്കെടുക്കുന്ന പരിപാടികൾ വിവിധ പാർക്കുകളിൽ, ഒപ്പം തന്നെ പൊതു ഇടങ്ങളിലൊക്കെ വലിയ പരിപാടികളാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ വിത്തൽഭായ് പട്ടേൽ ഹൗസിലെ പാർക്കിൽ നടക്കുന്ന ഈ യോഗാ ദിനാചരണ പരിപാടിയിലാണ് നമ്മുടെ സംഘമുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ രാഖിയും അശ്വതിയും ഒക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെയാണ്, നമ്മുടെ പ്രധാനമന്ത്രിയാണ് ഇത്തരത്തിൽ ഈ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം എന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നതും അത് ലോക സമൂഹം അതുമല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളൊക്കെ ഏറ്റെടുക്കുകയും ചെയ്തത്. അതിൽ നിന്ന് തന്നെ ഭാരതം ലോകത്തിന് വഴികാട്ടിയായി മാറിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. കാരണം യോഗയിലൂടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം അത് വീണ്ടെടുക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു പരിശ്രമം, അതിന് ലോകത്തിന് മുഴുവൻ ഈ കരുത്ത് നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പ്രധാനമന്ത്രി ഈ യോഗാ ദിനാഘോഷം സംഘടിപ്പിക്കണം എന്നുള്ള ഒരു ആഹ്വാനം മുന്നോട്ട് വയ്ക്കുന്നത്. അത് അന്താരാഷ്ട്ര സമൂഹം ഏറ്റെടുക്കുകയും ഇപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം അത് 12ാമത് വർഷത്തിൽ എത്തി നിൽക്കുമ്പോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്ദേശം നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ യോഗാ ദിനത്തിൻ്റെ ഭാഗമായി തന്നെ ലോകം ഒരു യോഗയിലൂടെ ഒന്നാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം പ്രധാനമന്ത്രി തന്നെ പറയുകയുണ്ടായി, ആദ്യം അദ്ദേഹം പറഞ്ഞത് ഭാരതം ഒന്നാകുന്നു, അവിടെ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് ഈ രീതിയിൽ
ഭാരതം തന്നെ ഒന്നാകുന്നു. എന്നാൽ ലോകം ഈ യോഗയുടെ ഒരു ചരട് കൊണ്ട് ലോകത്തെ ബന്ധിപ്പിച്ച് ഒന്നാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യ തലസ്ഥാനത്തും വിപുലമായ പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൽ പ്രായഭേദമന്യേ എല്ലാവരും അണിനിരന്നു. കാരണം ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഇത്തവണത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത് ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രായഭേദമന്യേ എല്ലാവരും അണിനിരന്നുകൊണ്ടുള്ള അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികളാണ് രാജ്യമൊട്ടാകെ സംഘടിപ്പിക്കുന്നത്. രാജ്യ തലസ്ഥാനത്തും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു. എന്തായാലും അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന് പറയുന്നത് ഭാരതം ലോകത്തിന് വഴികാട്ടിയായിക്കൊണ്ട് ലോകത്തിൻ്റെ ആകെ ശാന്തിക്കും സമാധാനത്തിനും വേണ്ടിയുള്ള ഒരു മന്ത്രമായി യോഗയെ മാറ്റിയിരിക്കുകയാണ്. അശ്വതി, ആദർശ്, അത് തന്നെയാണ്. എന്തായാലും എന്താ പറയുക, യോഗാ ദിനം അതിൻ്റെ പ്രാധാന്യം അത് നമ്മളെല്ലാവരും ഒരുപോലെ മനസ്സിലാക്കണം. അതിനാണ് ജൂൺ 21 എന്നുള്ള ദിവസം തന്നെ നമ്മൾ തിരഞ്ഞെടുത്തത്. ഈ ജൂൺ 21 എന്നുള്ള ദിവസത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. ഏറ്റവും ദൈർഘ്യമുള്ള പകലാണ്. യോഗികർമ്മയിൽ ഈ ആത്മീയമായ കുറച്ച് സവിശേഷതകളുണ്ട്. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള ഒരു ദിവസം കൂടിയാണ് ഈ ജൂൺ 21 ഉത്തരാർദ്ധഗോളത്തെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും നമുക്ക് സ്ക്രീനിൽ 4 സ്ക്രീനുകൾ കാണാം. നമ്മുടെ ജനം ടിവിയുടെ മാജിക്കൽ സ്ക്രീനിൽ 4 ഇടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് എന്നുള്ളതാണ് അല്ലേ. ആ ചുവന്ന ഫ്രെയിമിൽ ചുവന്ന വസ്ത്രങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായി നിൽക്കുന്നവരുടെ ആ ദൃശ്യങ്ങൾ കൊച്ചിയിൽ നിന്നുള്ളതാണ്. എന്തായാലും എല്ലാവരും യോഗയിൽ ഇങ്ങനെ അലിഞ്ഞിരിക്കുകയാണ്. ലോകം മുഴുവൻ യോഗയിൽ ഇങ്ങനെ അലിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച, അതും ഭാരതത്തിന്റെ പൗരാണിക അമൂല്യ സിദ്ധി. അതാണ് യോഗ എന്ന് പറയുന്നത്. ഒരു ഭാരതത്തിന്റെ സംസ്കാരം ഏറ്റവും അധികം ഈ ലോകത്തുടനീളം ദൃശ്യമാകുന്ന ഒരു ദിവസം കൂടിയാണ് രാഖി ജൂൺ 21 എന്ന് പറയുന്നത്. ഒപ്പം അശ്വിനി, നമ്മൾ ഒരു കാലത്ത് പണ്ടൊക്കെ പറയാറുണ്ട് ആയുർവേദം, നമ്മുടെ ഭാരതം ആയുർവേദം എങ്ങനെയാണ് ലോകത്തിന് പ്രദാനം ചെയ്യുന്നത് അല്ലേ, അതിന്റെ ഒരു മഹാത്മ്യമൊക്കെ പറയാറുണ്ട്. പക്ഷേ പിന്നീട് ആയുർവേദത്തോടൊപ്പം തന്നെ ചേർത്ത് വെക്കുന്ന ഒരു പേരായി യോഗ മാറി അല്ലേ. വിദേശികളടക്കം ഈ ആയുർവേദ ചികിത്സയ്ക്കായി കേരളത്തിലെത്തുന്ന ഒരു കാഴ്ച അല്ലെങ്കിൽ ഭാരതത്തിലെത്തുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പം ഈ പറഞ്ഞതുപോലെ യോഗ അത് കേവലം ഭാരതത്തിൽ മാത്രമല്ല, ലോകത്താകമാനമുള്ള രാജ്യങ്ങളിലും ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2014 ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമായി പ്രഖ്യാപിക്കണം എന്ന ഒരു ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. പിന്നീട് ലോകം നമ്മുടെ ഭാരതത്തിന്റെ ആ അമൂല്യ നിധിയെ ഏറ്റെടുക്കുന്ന കാഴ്ച കണ്ടു. പിന്നീട് ലോകം മുഴുവൻ, അതായത് 175 ഐക്യരാഷ്ട്രസഭ റെക്കോർഡ് പ്രകാരം 175 അംഗരാജ്യങ്ങളുടെ പിന്തുണയാണ് ഈ ഒരു നിർദ്ദേശത്തിന് ലഭിച്ചത് എന്നുള്ളതാണ്. 2015 ജൂൺ 21 ആദ്യത്തെ യോഗ ദിനം ആചരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഇത്തവണ 12ാമത് അന്താരാഷ്ട്ര യോഗ ദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. ഏറെ സവിശേഷത നിറഞ്ഞ ഒരു യോഗാ ദിനം, ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ, അതാണ് ഈ വർഷത്തെ പ്രമേയം. നമുക്കറിയാം, ഈ പ്രായമേറുമ്പോഴും ശരീരത്തിന്റെ വഴക്കവും ചലന സ്വാതന്ത്ര്യം ഒക്കെ നിലനിർത്താനും മാനസികാരോഗ്യം കാത്തു സൂക്ഷിക്കാനും യോഗ നമ്മെ എപ്രകാരം സഹായിക്കുന്നുവെന്നു ആ ദിനം ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. രാഖി നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2014 സെപ്റ്റംബറിൽ 175 ലോകരാഷ്ട്രങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രമേയത്തെ പിന്തുണച്ചത്. അപ്പം ഈ ജൂൺ 21 ഒന്നുകൂടി പറയാം, ഏറ്റവും ദൈർഘ്യമേറിയ പകലുള്ള ദിവസം, ദക്ഷിണായന സംക്രമണ ദിനം, യോഗിക് പാരമ്പര്യത്തിൽ ഏറെ ആത്മീയ പ്രാധാന്യമുള്ള ദിനം. അതുകൊണ്ടാണ് ജൂൺ 21 യോഗാ ദിനമായി ആചരിക്കുന്നത്. യോഗ ചെയ്താൽ എന്ത് ലഭിക്കും? കുറെ പേര് ചോദിക്കുന്ന ചോദ്യമാണ്. യോഗ ചെയ്താൽ നിങ്ങൾക്ക് നല്ല മാനസികാരോഗ്യം ലഭിക്കും, നിങ്ങൾക്ക് നല്ല എപ്പോഴും പ്രധാനമല്ലേ. നമുക്ക് എന്തുണ്ടായിട്ടും കാര്യമില്ല, മാനസികാരോഗ്യം അത് പരമപ്രധാനമാണ്. അത് യോഗയിലൂടെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളത്. നല്ല ശാരീരിക ആരോഗ്യം കിട്ടും, ഹൃദയാരോഗ്യം മെച്ചപ്പെടും, രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ ഇതൊക്കെ നിയന്ത്രിക്കാം. ശരീരത്തിലെ സമ്മർദ്ദം കുറച്ച് ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ഇതാകെ മൊത്തം അങ്ങ് ഊർജ്ജസ്വലമാക്കും. നമുക്കറിയാം, വിട്ടുമാറാത്ത നടുവേദന, കഴുത്തുവേദന, പേശിവേദന, സന്ധിവേദന, അതിനൊക്കെ പരിഹാരം ഈ യോഗയിലുണ്ട്.